നമസ്കാരം. കേവല ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മോദിയുടെ ആധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ബഹുജനങ്ങളുടെ പോരാട്ടം വരും നാളുകളിലും ശക്തമാക്കേണ്ടതുണ്ട് എന്നതാണ്. പാർലമെന്റിനകത്തും പുറത്തും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ ഫലങ്ങൾ ഇടതു പാർട്ടികൾ 8 എംപിമാരുമായി ലോക്സഭയിൽ തങ്ങളുടെ സാന്നിധ്യം നേരിയ തോതിൽ മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ CPM-ന്റെ ഫലങ്ങളിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. രാജ്യത്തുടനീളമുള്ള സംസ്ഥാന പാർട്ടി യൂണിറ്റുകളുടെ സ്വന്തം അവലോകനത്തെ അടിസ്ഥാനമാക്കി പാർട്ടി മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ വസ്തുനിഷ്ഠമായി തന്നെ അവലോകനം ചെയ്യുന്നുമുണ്ട്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി BJPക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. 2014ലെയും 2019ലെയും തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രസക്തമല്ല. 400-ലധികം സീറ്റുകൾ നേടുമെന്ന മുദ്രാവാക്യവുമായി അവർ പ്രചാരണം നടത്തി. BJPയുടെ സീറ്റ് 240 ഉയരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ 303 സീറ്റുകൾ നേടിയ അവർക്ക് ഇത്തവണ അതിനേക്കാളും 63 സീറ്റുകളാണല്ലോ കുറഞ്ഞിരിക്കുന്നത്. അതായത് 20%-ലധികം സീറ്റുകൾ അവർക്ക് നഷ്ടമായെന്ന് തന്നെ പറയാം. ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റിൽ 32 സീറ്റുകളുടെ കുറവാണ് BJPക്ക് ഉണ്ടായത്. എന്നാൽ BJPയുടെ സഖ്യകക്ഷികൾ 52 സീറ്റുകൾ കൂടി നേടി NDA സഖ്യത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കാൾ 20 സീറ്റുകൾ കൂടുതലായി 292 സീറ്റുകളാണുള്ളത്. ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ ആകെ 234 സീറ്റുകൾ നേടി. അതായത് ഭൂരിപക്ഷത്തെക്കാൾ 38 സീറ്റുകൾ അവർക്ക് കുറവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരമനുസരിച്ച് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും കൂടി NDAക്ക് ആകെ ലഭിച്ചത് 43.31% വോട്ടാണ്. ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾക്ക് 41.69% വോട്ടുകളും ലഭിച്ചു. അതായത് ഇരു പാർട്ടികളും തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം 2%-ൽ താഴെയാണ് ഉള്ളത്. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ള വൻ ആക്രമണങ്ങൾക്കും കേന്ദ്ര ഏജൻസികളുടെ ക്രൂരമായ ദുരുപയോഗത്തിനും പണാധിപത്യത്തിന്റെ വ്യാപകമായ ഉപയോഗത്തിനും ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2 മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുകയും കോൺഗ്രസിന്റെയും CPM-ന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ പിടിച്ചെടുക്കുക പോലും ചെയ്തു. NCPയും ശിവസേനയും പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ പണബലം ഉപയോഗിച്ചും കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തിയും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർ നടപ്പിലാക്കി. പ്രതിപക്ഷ സഖ്യം തകർക്കാൻ എല്ലാവിധ രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റി JDUവിനെ NDA സഖ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ BJP വിജയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവർക്കും തുല്യ പരിഗണന ഉറപ്പാക്കിയിരുന്നെങ്കിൽ BJPക്കും NDAക്കും തെരഞ്ഞെടുപ്പ് ഫലം മോശമാകുമായിരുന്നു. BJPയുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക്. മോദി ഉൾപ്പെടെയുള്ള നിരവധി BJP നേതാക്കളുടെ നീചമായ വർഗീയ പ്രസംഗം തടയുന്നതിൽ നിന്ന് പോലും കമ്മീഷൻ ദയനീയമായി പരാജയപ്പെട്ടു. പെരുമാറ്റച്ചട്ടം നിരസിച്ചതിനെ ഒരർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞു. ലഭിച്ച വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ കമ്മീഷൻ ആരംഭത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാത്തത് ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ പൊള്ളത്തരങ്ങളും കൃത്രിമത്വത്തിന്റെ സംശയങ്ങളുമാണ് ഉയർത്തിയത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യത്തെ വലിയൊരു വിഭാഗം മാധ്യമങ്ങളുടെ മേൽ BJPക്ക് പൂർണ്ണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നു. ആ നിയന്ത്രണത്തിന്റെ ഫലം ഊതിപ്പെരുപ്പിച്ചത് എക്സിറ്റ് പോൾ ആയിരുന്നു. കോർപ്പറേറ്റ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വൻ തുക കൈമാറ്റം ചെയ്യുന്നതിനായി BJP വികലമായ വിവരങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്ക് അനുകൂലമായി പ്രചരിപ്പിച്ചു. വൻ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് വോട്ടിനെ സ്വാധീനിച്ചതിനാൽ ആയിരക്കണക്കിന് കോടി രൂപ വോട്ടർമാർക്ക് നേരിട്ട് പലയിടത്തും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന, ജനാധിപത്യം, പൗരസ്വാതന്ത്ര്യം എന്നിവയ്ക്ക് മുന്നിലുള്ള അപകടങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിന് പുറമെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി തുടങ്ങിയവ പ്രധാന അജണ്ടയായി ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ ജനങ്ങളുടെ ഉപജീവന പ്രശ്നങ്ങളിലാണ് പ്രചാരണം നടത്തിയത്. ഈ വമ്പിച്ച സമരം, പ്രത്യേകിച്ച് കർഷകരുടെ സമരം, ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കാര്യമായ സംഭാവനകളും നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലായി കാർഷിക മേഖലയിൽ നേടിയ 38 സീറ്റുകളും BJPക്ക് നഷ്ടപ്പെട്ടു. മോദി സർക്കാർ തങ്ങളുടെ ഉപജീവന മാർഗം തകർത്തതിനെതിരെ ഗ്രാമീണ ഇന്ത്യ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് സർക്കാരിനെതിരെ ഉണ്ടാക്കിയത്. മോദി ഭരണത്തിന്റെ പതിറ്റാണ്ടിലുടനീളം രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലെ യഥാർത്ഥ വേതനം ഫലത്തിൽ നിശ്ചലമായിരുന്നു. ഈ വർഷത്തെ ഫലങ്ങളിൽ നിന്ന് രാജ്യത്തുടനീളമുള്ള 159 ഗ്രാമീണ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആളുകൾ യഥാർത്ഥത്തിൽ മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.